വിദ്യ സിസ്റ്റം ആ വിദ്യ ഇനി സിസ്റ്റത്തിൽ ശരിയായിക്കോളും. പ്രശ്നമുണ്ടോന്നും നോക്കിക്കാട്ടെ. ഇനി ശരിയായിക്കോളും. റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തില്ല, ഇനി മാത്രം. അപ്പൊ നമുക്ക് ആരംഭിച്ചേക്കാം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. 58-ാം അധ്യായം തുടങ്ങുന്നല്ലേ? അതെ. ഭാഗവതം ദശമസ്കന്ധം 58-ാം അധ്യായം ആരംഭിക്കുന്നു. ശ്രീശുക ഉവാചാം ഏകദാ പാണ്ഡവൻ ദ്രഷ്ടും പ്രതീതൻ പുരുഷോത്തമാം ഇന്ദ്രപ്രസ്ഥം ഗത ശ്രീമാൻ യൂഥാനാദിഭ്രൂവൃത. ഏകദാ ഒരിക്കൽ, പാണ്ഡവൻ ദ്രഷ്ടും പാണ്ഡവന്മാരെ കാണുന്നതിനു വേണ്ടി, പ്രതീതാൻ പ്രതീതന്മാർ വീണ്ടും കിട്ടിയവർ നാമത്തിൽ. അരക്കില്ലത്തിൽ വെച്ച് അവരൊക്കെ ദഹിച്ചുപോയി എന്നൊരു വാർത്ത നാട്ടിലെല്ലാം പരത്തി ദുര്യോധനാദികൾ. അത് കഴിഞ്ഞ് പാഞ്ചാലി സ്വയംവരത്തിന് അവസരത്തിൽ വെച്ചാണ് മരിച്ചവർ തിരിച്ചെഴുന്നേറ്റ് വന്നതുപോലെ പാണ്ഡവരെ വീണ്ടും കണ്ടുമുട്ടുന്നത്. അതുകൊണ്ടാണ് പ്രതീതാൻ എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോയത് വീണ്ടും തിരിച്ചു കിട്ടുന്ന പേരാണ് പ്രതീതം. അങ്ങനെ പ്രതീതാൻ വീണ്ടും തിരിച്ചു കിട്ടിയവരായ പാണ്ഡവരെ, പ്രതീതാൻ പാണ്ഡവാൻ ദൃഷ്ടം. അങ്ങനെ പ്രതീതന്മാരായ പാണ്ഡവന്മാരെ കാണുന്നതിന് വേണ്ടി, നഷ്ടപ്പെട്ടുപോയി മരിച്ചുപോയി എന്നൊരു വാർത്ത പറഞ്ഞതിന് ശേഷം അവരെ ജീവനോടെ ഇരിക്കുന്നു എന്ന വാർത്ത അറിയുന്നത് പാഞ്ചാലി സ്വയംവര വേളയിലാണ്. അങ്ങനെ അവരെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ പുരുഷോത്തമനായ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥം ഗത, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. ശ്രീമാൻ യൂഥാനാദിഭ്രൂവൃത, യൂഥാന ആദികളാൽ, യൂഥാനൻ, സാത്യകി, ഇങ്ങനെ കുറെ യാദവന്മാരോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി എന്നർത്ഥം. കാരണം അവിടെ എല്ലാവരും പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് പാണ്ഡവര് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ബന്ധുമിത്രാദികളെല്ലാം ചെന്ന് അവരെ ഒന്ന് കാണുന്നുണ്ട്. കാരണം മരിച്ചവരെ പുനർജനിച്ച് തിരിച്ചെഴുന്നേറ്റ് വന്ന പോലെയാണല്ലോ നാട്ടുകാർക്കൊക്കെ മനസ്സിലായത്. അവരെല്ലാം പാണ്ഡവർ മരിക്കാതെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷം കൊണ്ട് ആ ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന് അവരെയൊക്കെ കണ്ട് കുശലം പറയാൻ വേണ്ടി കുറേ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നും സന്ദർശകരുണ്ട്. അപ്പം പുരുഷോത്തമനായ കൃഷ്ണൻ വിചാരിച്ചു, ഞാനും പോകേണ്ടതാണല്ലോ, എൻ്റെ ബന്ധുവാണല്ലോ, അവന് ഞാനും കൂടി ഒന്ന് ചെന്ന് അവരുടെ കുശലങ്ങളൊക്കെ അന്വേഷിച്ചു തരാം. ഭഗവാനതൊക്കെ അറിയാം. ഇവര് മരിച്ചിട്ടില്ല എന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും ഉള്ള സമസ്ത കഥകളും ഭഗവാൻ അറിയാമെങ്കിലും മറ്റുള്ളവരെ പോലെ തന്നെ താനും അഭിനയിച്ചിട്ട് കുശലാന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യൂഥാനാദികളോടൊപ്പം ഭഗവാൻ യാത്രയായി. ഏകദാ പാണ്ഡവൻ ദ്രഷ്ടും പ്രതീതൻ പുരുഷോത്തമാം ഇന്ദ്രപ്രസ്ഥം ഗത ശ്രീമാൻ യൂഥാനാദിഭൂത. ഏകദാ പാണ്ഡവൻ ദ്രഷ്ടും പ്രതീതൻ പുരുഷോത്തമാം ഇന്ദ്രപ്രസ്ഥം ഗത ശ്രീമാൻ യൂഥാനാദിഭ്രൂവൃതാം. ഏകദാ പാണ്ഡവൻ ദ്രഷ്ടും പ്രതീതൻ പുരുഷോത്തമാം ഇന്ദ്രപ്രസ്ഥം ഗത ശ്രീമാൻ യൂഥാനാദിഭ്രൂവൃതാം. ദൃഷ്ട്വാ തമാഗതം പാർത്ഥാഃ മുകുന്ദമഖിലേശ്വരം ഉത്തസ്ഥുർയുഗവദ്വീരാഃ പ്രാണാമുഖ്യമിവാഗതം. ദൃഷ്ട്വാ കണ്ടിട്ട്, തം ആഗതം, ആഗതം തം ദൃഷ്ട്വാ, ആഗതനായ അവനെ കണ്ടിട്ട്, എത്തിച്ചേർന്നവനായ പുരുഷോത്തമനായ ശ്രീമാനായ ഭഗവാനെ കണ്ടിട്ട്, പാർത്ഥാഹ, പാർത്ഥന്മാർ, മുകുന്ദം അഖിലേശ്വരം ആഗതം തം ദൃഷ്ട്വാ,
മുകുന്ദനും അഖിലേശ്വരനുമായി എത്തിച്ചേർന്നവനായ അവനെ കണ്ടിട്ട്, മുകുന്ദൻ വാക്കിന്റെ അർത്ഥം മോക്ഷം നൽകുന്നവനാണ്. മോക്ഷം നൽകാൻ പര്യാപ്തനായ അഖിലേശ്വരനായ ആഗതനായ അവനെ കണ്ടിട്ട് ഉത്തസ്ഥുഹു ഒന്നിച്ചെഴുന്നേറ്റു. എല്ലാവരും പാണ്ഡവരെല്ലാം ഉത്തസ്ഥുഹു എഴുന്നേറ്റു. യുഗപത് ഒരുപോലെ, 5 പേരും ഒരുപോലെ എഴുന്നേറ്റു. ഒരാൾ ഇത്തിരി പതുക്കെ, ഒരാൾ പിന്നെ അങ്ങനെയല്ല, ഒരുപോലെ എഴുന്നേറ്റു. ഉത്തസ്ഥുഹു യുഗവത് വീരാഹ വീരന്മാർ, പ്രാണാഹ മുഖ്യമിവ ആഗതം മുഖ്യമായ പ്രാണൻ ആഗതനായതുപോലെ എന്നർത്ഥം. പണ്ഡവന്മാർ 5 പേരും പഞ്ചേന്ദ്രിയങ്ങളായിട്ട് വ്യാസൻ ഭാവന ചെയ്താണ്. ആ പഞ്ചേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് പ്രാണനാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളിലെ പ്രാണനായ, അതുകൊണ്ടാണ് മുഖ്യപ്രാണനായ ഭഗവാൻ ആഗതനായപ്പോൾ ഇന്ദ്രിയങ്ങളെ പോലെ ശോഭിക്കുന്ന 5 പേരും എഴുന്നേറ്റു എന്നർത്ഥം. പ്രാണാഹ മുഖ്യം ഇവ ആഗതം, മുഖ്യമായ പ്രാണൻ ആഗതനായതുപോലെ. ശ്രീകൃഷ്ണ ദർശനം പാണ്ഡവന്മാർക്ക് അത്യധികമായ ഒരു ഉണർവുണ്ടാക്കി കൊടുത്തു എന്നാണ്. കാരണം തിരിച്ചു വന്ന് ചത്ത നിൽക്കുമേ ജീവിച്ചിരിക്കും എന്നതുപോലെ പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആകപ്പാടെ തങ്ങൾ മരിച്ച് എഴുന്നേറ്റ് വന്നതുപോലെ ജനങ്ങൾ കാണുക, ആരോടും ചെന്ന് ഇടപെടാൻ പറ്റാതാകുക. ഒരു ജാള്യാവസ്ഥയിൽ വളരെ ദുഃഖിതനായിരിക്കുന്ന സമയത്താണ് ശ്രീകൃഷ്ണൻ വന്നത്. ആ ശ്രീകൃഷ്ണന്റെ വരവ് ഇവരുടെ തളർച്ചയൊക്കെ തീർത്ത് പുതിയ ശക്തി നൽകുന്ന ഒരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പ്രാണാഹ മുഖ്യമിവാഗത. അതൊരൊറ്റ വാക്കുകൊണ്ട് ഇതൊക്കെ വ്യാസൻ ഉദ്ദേശിച്ചു. കാരണം ഇന്ദ്രിയങ്ങളെ അതാത് വിഷയത്തിലേക്ക് പ്രവർത്തിപ്പിക്കണമെങ്കിൽ മുഖ്യപ്രാണൻ വേണം. ഈ പാണ്ഡവന്മാരെ 5 പേരെയും ഇനിയും അവരവരുടെ കൃത്യനിർവഹണത്തിലേക്ക് ഒന്ന് ചതുരരായി തിരിച്ചുവിടാൻ പ്രാണസ്വരൂപനായ ഭഗവാൻ തന്നെ വേണം. ഭഗവാന്റെ ആഗതി കൊണ്ട് മാത്രമാണ് ഇവർ വീണ്ടും ശക്തിയുള്ളവരായി പരിണമിച്ചത്. അതുകൊണ്ടാണ് പാണ്ഡവന്മാരെ പഞ്ചേന്ദ്രിയങ്ങളായിട്ടും അല്ലെങ്കിൽ പഞ്ചവൃത്തികളായിട്ടും ഒക്കെ പ്രാണൻ ഒക്കെ ചെയ്തിട്ട് മുഖ്യപ്രാണനാണ് ഭഗവാൻ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഈ മുഖ്യപ്രാണനായ ഭഗവാന്റെ ആഗമനത്തോടെ മോഹാലസ്യം ഒക്കെ മാറിയിട്ട് അതാത് ഇന്ദ്രിയങ്ങളാകുന്ന പാണ്ഡവന്മാർ അതാത് കൃത്യങ്ങളിൽ അതാത് അവസരത്തിൽ വ്യാപാരം ആരംഭിച്ചു തുടങ്ങി എന്ന് കാണിക്കലാണ് ഉത്തസ്ഥുഹു എഴുന്നേറ്റു എന്ന്. പാർത്ഥന്മാരുടെ എഴുന്നേക്കൽ ജീവിതത്തിൽ അങ്ങേയറ്റം വരെയുള്ള ഒരു ഉയർച്ചയ്ക്ക് കാരണമായി. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് വ്യാസൻ ഈ വാക്കുകൾ അവിടെ ഉപയോഗിച്ചത്. ഉത്തസ്ഥുഹു യുഗവദ്വീരാഹ പ്രാണ മുഖ്യമിവാഗത, മുഖ്യനായ പ്രാണൻ ആഗതനായതുപോലെ ഒരൊറ്റ ഉപമ കൊണ്ട് ഈ പാണ്ഡവന്മാരുടെ സമസ്ത വീര്യങ്ങളെയും ഉണർത്താൻ പര്യാപ്തമായി എന്നും അവരുടെ എല്ലാം ചാടി എഴുന്നേറ്റു എന്നുള്ളത് വിജൃംഭിത വീര്യത്തെ കാണിക്കാൻ പാകത്തിന് ഉത്തസ്ഥു എന്ന വാക്കും ഉപയോഗിച്ചു. ദൃഷ്ട്വാതമാർത്ത മുകുന്ദമഖിലേശ്വരം ഉത്തസ്തുർയുഗപദ്വീരാ പ്രാണാമുഖ്യമിവാഗതം ദൃഷ്ട്വാതമാഗതം പാർത്ഥ മുകുന്ദമഖിലേശ്വരം ഉത്തസ്തുർയുഗപദ്വീരാ പ്രാണാമുഖ്യമിവാഗതം ദൃഷ്ട്വാതമാഗതം പാർത്ഥ മുകുന്ദമഖിലേശ്വരം ഉത്തസ്തുർയുഗപദ്വീരാ പ്രാണാമുഖ്യമിവാഗതം. ഒരു സംശയം ചോദിക്കട്ടെ സാറേ? ആ, ഈ നാവാമുകുന്ദൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ സാറേ? മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മോക്ഷം, മോക്ഷം തിരുനാവായിൽ വസിക്കുന്ന മുകുന്ദൻ. ആ എന്നേ ഉള്ളല്ലേ? നാവാന്ന് വെച്ചാൽ തിരുനാവായാണ്. ആ തിരുനാവായിൽ വസിക്കുന്ന കൃഷ്ണനെ നാവാമുകുന്ദൻ എന്ന് വിളിക്കുന്ന. ഇത്തരം ശ്ലോകങ്ങളിലൂടെ തുടർന്ന് വരുന്ന എല്ലാ കവികൾക്കും കോരി കുടിക്കുവാൻ വേണ്ടിയുള്ള ജലം നിറച്ചു വെച്ചിരിക്കുകയല്ലേ സാർ? ഓ, തീർത്ഥം പോലെ വ്യാസം നിറക്കി വെച്ചിരിക്കുകയാണ്. ഈ പുണ്യതീർത്ഥം പോലെ. എങ്ങനെ? അതെ, ഒരൊറ്റ ഉപമ കൊണ്ട്, ഒരൊറ്റ പദം കൊണ്ട് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന പാണ്ഡവന്മാരുടെ ജീവിതകഥ മുഴുവനും എന്താണ് പ്രകടമാക്കാൻ അതാണ് മുഖ്യപ്രാണൻ വന്നതുപോലെ ഇവരെല്ലാം ഉജ്ജീവരായി. ആ യുഗപത്
ഉത്തസ്തുഹു എന്നുള്ള ഒരൊറ്റ അതെ 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 ഒരുപോലെ എഴുന്നേറ്റ് വരെല്ലാം എഴുന്നേറ്റു. കാരണം എഴുന്നേറ്റു എന്നുള്ളത് ആ കാരണം പ്രാണൻ ഉണ്ടെങ്കിലല്ലേ ഈ അത്രേ പറ്റൂ. ഇന്ദ്രിയങ്ങൾ ഒരു അതെ പ്രവൃത്തി. അതെ, ഇല്ലെങ്കിൽ അവർക്കൊന്നും അനങ്ങാൻ പറ്റില്ലല്ലോ. അതെ. ഉം. അല്ല, നമുക്ക് ആ വസ്തുത നല്ല കാവ്യം ആസ്വദിക്കുന്ന പോലെ ഭാഗവതം ആസ്വദിക്കാൻ പറ്റും ചിലപ്പോ. ആസ്വദിക്കാം. അതെ അതെ ഇതിൽ സംശയം തന്നെ. എത്രയോ ശ്ലോകങ്ങൾ നമ്മളിപ്പോ ഇതേമാതിരി കണ്ടിരിക്കുന്നു. അതായത് അതെ വേറെ അതെ. ഓഹോ. മറ്റ് കവികളെ എല്ലാം കടത്തി വെട്ടത്തക്ക വിധത്തിൽ അതെ അതെ അതെ. മനോഹരമായിട്ടുള്ള ഉപമകളും ഓഹോ. എല്ലാ അലങ്കാരങ്ങളും ചേർത്തിട്ട് പിന്നെ എല്ലാവർക്കും വേണ്ട ഉറവും മുഴുവൻ ഇതിനകത്തുണ്ട്. ഇതിനകത്തിലുണ്ട്. പറ്റാത്ത ഉറവ. അതെ അതെ. അതുകൊണ്ടല്ലേ രാമായണവും മഹാഭാരതവും ഭാഗവതവും മാത്രം പഠിച്ചാൽ മതി, പിന്നൊന്നും അറിയേണ്ടതായിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇത് രണ്ടും സംശയം. അതുപോലെ പദാവലി തന്നെ എന്തോ അയ്യോ എന്തുമാത്രം പദങ്ങളാണ്. അയ്യോ. പരിഷ്വജ്യച്യുതം വീര അംഗസംഗഹതൈനസ സാനുരാഗസ്മിതം വക്ത്രം വീക്ഷതസ്യ മുദം യയു. പരിഷ്വജ്യ അച്യുതം വീരാഹ. ആ വീരന്മാരൊക്കെ അച്യുതം പരിഷ്വജ്യ, അച്യുതനായ ഭഗവാനെ ആലിംഗനം ചെയ്തിട്ട് അംഗസംഗ ഗതൈനഫ, അംഗത്തോടുള്ള സംഘം കൊണ്ട് ഏനഫുകൾ ഗതങ്ങളായി. ഏനഫ് പാപം, ഗതൈനഫഹ പാപം പോയിപ്പോയതായി, പാപം പോയി നശിച്ചുപോയി, ഗതൈനഫന്മാരായി. അംഗഭംഗ ഹത ഏനഫ, അംഗഭംഗം കൊണ്ട് ഏനഫുകൾ ഹതമായി, പാപം നഷ്ടപ്പെട്ടു. ശ്രീകൃഷ്ണൻ വരെ ആലിംഗനം ചെയ്തപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സമസ്ത ദുഷ്ടവിചാരങ്ങളും പാപചിന്തകളും ഒക്കെ അവരുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടാണ് നിഷ്കളങ്കരായ അവർ ചാടി എഴുന്നേറ്റത്. സാനുരാഗസ്മിതം വക്ത്രം, അനുരാഗത്തോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖം, വീക്ഷ്യ കണ്ടിട്ട്, തസ്യ കൃഷ്ണന്റെ മുഖം കണ്ടിട്ട്, മുദം യയു മോദത്തെ പ്രാപിച്ചു. യയുഹു ബഹുവചനമാണ്. യയൗ യേയതുഹു യയുഹു, 5 പേരും മോദം പ്രാപിച്ചു എന്ന് പറയാൻ വേണ്ടി ബഹുവചനം ഉപയോഗിച്ചാണ്. വീരന്മാരായ അവർ അച്യുതനെ ആലിംഗനം ചെയ്തിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അംഗസംഗം കൊണ്ട്, ദേഹസ്പർശം കൊണ്ട്, അതുവരെ കാണാതിരുന്നത് കൊണ്ടുണ്ടായ അവരുടെ ദുഃഖം പോയി എന്ന് മാത്രമല്ല, തങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക സ്നേഹാദരവ് കാണിക്കാൻ വന്ന കൃഷ്ണനോടുള്ള ആ ഭാവം, മന്ദഹാസം കൊണ്ട് ഏറ്റവും അധികം ശോഭിക്കുന്ന മുഖത്തേക്ക് നോക്കിയിട്ട് അവരൊക്കെ മോദത്തെ പ്രാപിച്ചു, സന്തോഷിച്ചു അവരെല്ലാവരും. പരിഷ്വജ്യ അച്യുതം വീര അംഗസംഗ ഹതൈനസ സാനുരാഗസ്മിതം വക്ത്രം വീക്ഷതസ്യ മുദം യയു. പരിഷ്വജ്യ അച്യുതം വീര അംഗസംഗ ഹതൈനസ സാനുരാഗസ്മിതം വക്ത്രം വീക്ഷതസ്യ മുദം യയു. പരിഷ്വജ്യ അച്യുതം വീര അംഗസംഗ ഹതൈനസ സാനുരാഗസ്മിതം വക്ത്രം വീക്ഷതസ്യ മുദം യയു. യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഫാൽഗുനം പരിരഭ്യാഥ യമാഭ്യാം ചാഭിവന്ദിതാം. യുധിഷ്ഠിരസ്യ ഭീമസ്യ പാദാഭിവന്ദനം കൃത്വാ, എല്ലാവരും കൃഷ്ണനെ ആലിംഗനം ചെയ്തപ്പോൾ കൃഷ്ണൻ തിരിച്ചു വരെ അഭിവാദ്യം ചെയ്യണ്ടേ. യുധിഷ്ഠിരന്റെയും ഭീമന്റെയും കാലിൽ വീണ് നമസ്കരിച്ച് അഭിവാദ്യം ചെയ്തു. കാരണം യുധിഷ്ഠിരനും ഭീമനും ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠന്മാരാണ്, പ്രായം കൊണ്ട് ഗുരുക്കന്മാരെ പോലെ കാണുന്നതാണ്. അതുകൊണ്ട് ഭീമന്റെയും യുധിഷ്ഠിരന്റെയും പാദാഭിവന്ദനം, കാൽ തൊട്ടു വന്ദിച്ചു. ഫാൽഗുനം പരിരഭ്യാഥ, അർജുനനെ പരിരംഭണം ചെയ്തു, ആലിംഗനം ചെയ്തു. കാരണം തൻ്റെ സമപ്രായക്കാരനാണ്, കൂട്ടുകാരനെ പോലെ അർജുനനെ ഒന്ന് ആലിംഗനം ചെയ്തു. യമാഭ്യാം ച അഭിവന്ദിത, യമാഭ്യാം വെച്ചാൽ ഇരട്ടകളായ 2 പേരും, നകുല സഹദേവന്മാർ. അഭിവന്ദിത, നകുല സഹദേവന്മാരാൽ അഭിവന്ദിക്കപ്പെടുകയും ചെയ്തു. ജ്യേഷ്ഠന്മാരായതിന് ലോകനീതി അനുസരിച്ച് യുധിഷ്ഠിരന്റെയും ഭീമന്റെയും പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു.
സമവയസ്കനായ അർജുനനെ ആലിംഗനം ചെയ്തു. നകുലിനും സഹദേവന്റെയും ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ വീണ് അവർ നമസ്കരിച്ചു. കാരണം അവരുടെ ജ്യേഷ്ഠനാണ് എന്നുള്ളത് കൊണ്ട്. യുധിഷ്ഠിരസ്യ ഭീമസ്യാകൃത്വാ പാദാഭിവന്ദനം ഫാൽഗുനം പരിരഭ്യാഥ യമാഭ്യാം ചാഭിവന്ദിതാം. യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഫാൽഗുനം പരിരഭ്യാഥ യമാഭ്യാം ചാഭിവന്ദിതാം. പരമാസന ആസീനം കൃഷ്ണമനിന്ദിതാം നവോഢ വ്രീഡിതാഗന്ത്യച്ഛനൈര്യഭ്യവന്ദതാം. പരമാസന ആസീനം, പരമമായ ഉത്കൃഷ്ടമായ ആസനത്തിൽ പീഠത്തിൽ ഇരിക്കുന്ന കൃഷ്ണനെ കൃഷ്ണ അനിന്ദിത കൃഷ്ണ എന്ന് വെച്ചാൽ പാഞ്ചാലി. കൃഷ്ണ എന്ന് പുല്ലിംഗമായ നമ്മുടെ കൃഷ്ണ ഭഗവാനും കൃഷ്ണ എന്ന് സ്ത്രീലിംഗമായ പാഞ്ചാലി. ഇപ്പൊ എന്താ കൃഷ്ണ അനിന്ദിത കൃഷ്ണ, അനിന്ദിതയായ കൃഷ്ണ എന്നുവെച്ചാൽ സർവഗുണസമ്പന്നയാണ്. അതുകൊണ്ട് ആരാലും നിന്ദിക്കപ്പെടാത്തവളാണ് പാഞ്ചാലി. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അനിന്ദിത എന്ന് പറഞ്ഞത്. ഗുണങ്ങൾ കുറവാണെങ്കിൽ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടും. സർവഗുണസമ്പന്നയായതുകൊണ്ട് അനിന്ദിതയായ കൃഷ്ണ, പരമാസനാസീനം കൃഷ്ണം, ഉത്കൃഷ്ടമായ ആസനത്തിലിരിക്കുന്ന കൃഷ്ണനെ നവോഢയായ അവൾ, ഇപ്പൊ വിവാഹം കഴിച്ചു വന്നേ ഉള്ളൂ, നവോഢയാണ് ആയ അവൾ വ്രീഡിത ലജ്ജിതയായിട്ട് കിഞ്ചിത് ശനൈഹി ഏത്യ അഭ്യവന്തത, കിഞ്ചിത് ശനൈരേത്യഭ്യവന്തത, കിഞ്ചിത് ശനൈഹി കുറച്ചു മെല്ലെ മെല്ലെ ഏത്യ മുമ്പിലെത്തിയിട്ട് അഭ്യവന്ത്യത അഭിവാദനം ചെയ്തു. പാഞ്ചാലി ലജ്ജ കൊണ്ട് നവോഢയായതുകൊണ്ട് പതുക്കെ പതുക്കെ നടന്നു വന്ന് ശ്രീകൃഷ്ണ പാദങ്ങളിൽ അഭിവാദനം ചെയ്തു. പരമാസനാസീനം കൃഷ്ണമനിന്ദിത നവോഢാവ്രീഡിത കിഞ്ചിത് ശനൈരേത്യഭ്യവന്ദത. പരമാസനാസീനം കൃഷ്ണമനിന്ദിത നവോഢാവ്രീഡിത കിഞ്ചിത് ശനൈരേത്യഭ്യവന്ദത. പരമാസന ആസീനം കൃഷ്ണമനിന്ദിത നവോഢാവ്രീഡിത കിഞ്ചിത് ശനൈരേത്യഭ്യവന്ദത. തഥൈവ സാത്യകി പാർത്ഥയേ പൂജിതശ്ചാഭിവന്ദിത നിഷസാദാസനന്യേജ പൂജിത പര്യുപാസതാം. തഥൈവ അങ്ങനെ തന്നെ സാത്യകയും പാർത്ഥൈഹി പൂജിതശ്ച അഭിവന്ദിത, കൃഷ്ണന്റെ കൂടെ വന്ന് സാത്യക് മുതലായവരെയും പാർത്ഥന്മാരാൽ, കൗരവന്മാരാൽ, പാണ്ഡവന്മാരാൽ പൂജിത ച അഭിവന്ദിത, പൂജിക്കപ്പെട്ട് വന്ദിക്കപ്പെട്ടു. കൃഷ്ണൻ മാത്രമല്ല, കൂടെ വന്നവരെയും പാണ്ഡവന്മാർ അഭിവാദനം ചെയ്ത് പൂജിച്ചു. നിഷഫാദ ആസനെ അന്യേച, അന്യേച ആസനെ നിഷഫാദ, വേറൊരു പീഠത്തിൽ സാത്വിക മുതലായവരും ഇരുന്നു. നിഷഫാദ ഇരുന്നു, ആസനെ അന്യേ, അന്യേ ആസനെ നിഷഫാദ, മറ്റൊരാസനത്തിൽ ഇരുന്നു. പൂജിതാഹ പര്യുപാസത, പൂജിക്കപ്പെട്ടവരായിട്ട് ചുറ്റും നിന്ന് സേവിച്ചു. പര്യുപാസത, പരി എന്ന് വെച്ചാൽ ചുറ്റും, ചുറ്റും നിന്ന് അവർ ഉപാസിച്ചു അല്ലെങ്കിൽ സേവിച്ചു ശ്രീകൃഷ്ണൻ, എന്നുവെച്ചു ഇവരെ, ഈ കൃഷ്ണന്റെ കൂടെ വന്നവരെയും. തഥൈവ സാത്യകി പാർത്ഥേ പൂജിതശ്ചാഭിവന്ദിത നിഷസാദാസനന്യേച പൂജിത പര്യുപാസത. തഥൈവ സാത്യകി പാർത്ഥേ പൂജിതശ്ചാഭിവന്ദിത നിഷസാദാസനന്യേച പൂജിത പര്യുപാസത. തഥൈവ സാത്യകി പാർത്ഥേ പൂജിതശ്ചാഭിവന്ദിത നിഷസാദാസനന്യേച പൂജിത പര്യുപാസത. കഥാം സമാഗത്യ കഥാഭിവാദനസ്തയാതിഹാർദ്ദാർദ്രദൃശാഭിരംഭിത
ആപൃഷ്ടവാംസ്താം കുശലം സഹസ്നുഷാം പിതൃശ്വസാരം പരിപൃഷ്ടബന്ധവ. പൃഥാം കുന്തിയെ സമാഗത്യ അടുക്കൽ ചെന്നിട്ട്, കുന്തിയുടെ അടുക്കൽ ചെന്നിട്ട്, പൃഥാം സമാഗത്യ കൃത അഭിവാദന അഭിവാദ്യം ചെയ്തിട്ട്, കുന്തിയുടെ അടുക്കൽ ചെന്ന് തല കുനിച്ച് നമസ്കരിച്ചിട്ട്, തയാ അവളാൽ അതിഹാർദ ആർദ്ര ദൃശാഭിരംഭിത, തയാ അവളാൽ അതിഹാർദ ആർദ്ര, ഹാർദം സ്നേഹം എന്നാണ്, ഹൃദയത്തിൽ തട്ടുന്നതിന്റെ പേര് ഹാർദം എന്നാണ്. ഹാർദവം എന്നല്ല. ഹാർദമായി സ്വാഗതം ചെയ്യണം, ഹാർദവമായി ചെയ്യരുത്. ഹാർദവം എന്നൊരു വാക്കില്ല. മാർദവമുണ്ട്, ഹാർദവമില്ല. ഹൃദിഭവം ഹാർദം എന്നാണ്. ഹൃദയത്തിൽ ഭവിക്കുന്ന, ഹൃദയത്തിൽ കൊണ്ടത്, അതാണ് ഹാർദം. അതിഹാർദമായ ആർദ്രത കൊണ്ട്, അലിവ് കൊണ്ട്, അതിസ്നേഹം നിമിത്തം കണ്ണിൽ വെള്ളം നിറഞ്ഞു. ആർദ്രമായിട്ട്, ദൃശ കണ്ണോടെ, വെള്ളം നിറഞ്ഞ കണ്ണോടെ, അഭിരംഭിത ആലിംഗനം ചെയ്യപ്പെട്ടവളായി. സഹോദരപുത്രനെ കണ്ടതോടെ കൃഷ്ണൻ കുന്തിയുടെ അടുക്കൽ ചെന്ന് കാല് തൊട്ട് നമസ്കരിച്ചപ്പോൾ പെട്ടെന്ന് പഴയ കഥകളെല്ലാം ഓർമ്മയിൽ വന്നിട്ട് കുന്തിയുടെ കണ്ണിൽ സഹോദരപുത്രനോടുള്ള അത്യധികമായ സ്നേഹം കൊണ്ട് അറിയാതെ കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞിട്ട് ഓടിച്ചെന്ന് കൃഷ്ണനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. തയാ അതിഹാർദ്ര ദൃശ അഭിരംഭിത, അഭിരംഭണം ആലിംഗനം ചെയ്യാണ്. പരിരംഭണം അരിരംഭണമൊക്കെ ആലിംഗനം. പ്രഥാം സമാഗത്യകൃത അഭിവാദനസ്തയ അതിഹാർദ അർദ്ധദിശാഭിരംഭിത ആപൃഷ്ടവാൻസ്താം കുശലം സഹസ്നുഷാം. ആപൃഷ്ടവാൻ ചോദിച്ചവനായി, താം അവളോട്, കുശലം സ്നഹസ്നുഷാം മരുമകളോടുകൂടെ നിൽക്കുന്ന കുന്തിയോട് കുശലങ്ങൾ ചോദിച്ചു. സ്നുഷ എന്ന് വെച്ചാൽ മരുമകൾ, പുത്രഭാര്യ. സഹസ്നുഷാം പുത്രഭാര്യയോട് കൂടി ഇരിക്കുന്ന ആ കുന്തിയോട് കുശലം ആപൃഷ്ടവാൻ കുശലത്തെ ചോദിച്ചു. പിതൃശ്വസാരം എന്നുവെച്ചാൽ അച്ഛൻ പെങ്ങൾ, പിതാവിൻ്റെ സഹോദരി. പിതുഹു സ്വസ, പിതാവിൻ്റെ സഹോദരി പിതൃശ്വസ. അതിൻ്റെ ദ്വിതീയ പിതൃശ്വസാരം എന്നുവെച്ചാൽ അച്ഛൻ പെങ്ങളെ. പരിപൃഷ്ടബന്ധവ, പരിപൃഷ്ടബാന്ധവ ബാന്ധവന്മാരെ കുറിച്ച് ചോദിക്കപ്പെട്ടവനും ആയിട്ട് കുന്തിയുടെ അടുക്കൽ ചെന്ന് ആലിംഗനം ചെയ്ത് കണ്ണീര് കൊണ്ട് പരസ്പരം ഗാഠമായി ആലിംഗനം ചെയ്തിട്ട് ബന്ധുക്കളെ കുറിച്ച് ചോദിച്ചു കുന്തി. അവർക്കൊക്കെ സുഖല്ലേ? എൻ്റെ സഹോദരനും സഹോദരപത്നിയും ബന്ധുക്കൾക്കൊക്കെ അവിടെ സുഖം തന്നെയല്ലേ എന്ന് ആ അച്ഛൻ പെങ്ങളോട് പരിപൃഷ്ടബന്ധവ ബന്ധുക്കളെ കുറിച്ച് ചോദിച്ചവനായി കൃഷ്ണൻ ആപൃഷ്ടവാൻ കുശലം ചോദിച്ചു. ചോദിച്ച കുശലങ്ങൾ ഇതൊക്കെയാണ്. ഹാർദവം ആയി സ്വാഗതം ചെയ്യാന്ന് പറഞ്ഞപ്പോ തെറ്റാണല്ലേ? അതെ, ഹാർദവമായി സ്വാഗതം ചെയ്യരുത്, ഹാർദമായി ചെയ്യാവൂ. ഹാർദവം ഹൃദയത്തിൽ നിന്നുള്ള സ്വാഗതം. ഹൃദയത്തിൽ ഭവിച്ചത് ഹാർദമാണ്, ഹാർദവമല്ല. നമ്മൾ അറിയാതെ എപ്പോഴും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു പറയാം. അങ്ങനെ നീ പറയുന്നത് കേട്ടിട്ടുള്ളത്. അതെ, അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഹാർദവം എന്നൊരു വാക്ക് സംസ്കൃതത്തിലില്ല. മാർദവമുണ്ട്. അത് മൃദുവിനെ സംബന്ധിക്കുന്നതാണ് മാർദവം. അത് മൃദു ഉപകാരമായോണ്ടാണ് അവാദേശം വന്നിട്ട് മാർദവമാകുന്നത്. ഇത് ഹൃദിഭവം എന്നാണ്. അതുകൊണ്ട് ഹാർദം എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളും ശ്രദ്ധിക്കണം. ആരോടെങ്കിലും പറയുകയും ചെയ്യണം, ഹാർദമായി
സ്വാഗതം അതെ, അതെ, അതെ. ചെയ്യുന്നതുമായി സത്യമായി അത് നല്ലൊരു വിഷയമാണ് സംഭവം. അതെ അതെ സദസ്സിലൊക്കെ സ്വാഗതം പറയുമ്പോഴേ അതെ 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 ആർദവമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയും. അറിയാതെ തട്ടിപ്പിടി ഇഷ്ടംപോലെ ആരും ശ്രദ്ധിക്കാറില്ലല്ലോ. സ്കൂളിൽ പഠിക്കുമ്പോ മുതൽ തെറ്റുവരുത്താൻ ചോദിക്കാറുണ്ടല്ലോ. എന്താ തെറ്റുതിരുത്തുക എന്നുള്ളതിൽ സ്കൂളിൽ പഠിക്കുമ്പോ മുതൽ അത് ചോദിക്കുന്ന ഹാർദവം പറയാൻ പാടില്ലെന്നാണ്. ഹൃദ്യമായി എന്ന് പറയുവോ? എന്തോ ഹൃദ്യമായി എന്ന് പറയുവോ? ഹൃദയം പറയാം, ഹൃദയവും ഹാർദവും പറയാം. സ്വസാം എന്ന് പറഞ്ഞാൽ തെറ്റാണോ? ഏതാ സ്വസാം എന്ന് പറഞ്ഞാൽ തെറ്റാണോ? സ്വസാരം എന്നല്ലോ, സ്വസ്ര ശബ്ദമാണ്. അത് ഋകാരാന്ത പുല്ലിംഗാണ്. പിതരം പോലെ വരുള്ളൂ. സ്വസാരം എന്നേ പറയാൻ പറ്റൂ, സ്വസാം എന്നില്ല. ഇല്ല അല്ലെ? ഇല്ല, സ്വസാരം എന്നേ പറയാൻ പറ്റൂ, പിതരം പോലെ. പ്രഥം സമാഗത്യ കൃതാഭിവാദന ആപൃഷ്ടവാം താം കുശലം സഹസ്നുഷാം പ്രതിശ്വസാരം പരിപൃഷ്ടബന്ധവാം പ്രഥം സമാഗത്യ കൃതാഭിവാദന തയാതി ഹാർദാർദ്ദദിശാഭിരംഭിത ആപൃഷ്ടവാംസ്താം കുശലം സഹസ്നുഷാം പ്രതിശ്വസാരം പരിപൃഷ്ടബന്ധവാം പ്രഥം സമാഗത്യ കൃതാഭിവാദന തയാതിഹാർദ്രാർദ്ദദൃശാഭിരംഭിത ആപൃഷ്ടവാംസ്താം കുശലം സഹസ്നുഷാം പ്രതിശ്വസാരം പരിപൃഷ്ടബന്ധവാം തദൈവ കുശലം നോഭൂത് സനാഥസ്തേ കൃതാ വയം അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ സാറേ, പ്രേമവൈക്ലഭ്യ രുദ്ധകണ്ഠാശ്രുലോചനാം സ്മരന്തി താൻ ബഹൂൻ ക്ലേശാൻ ക്ലേശാപായാത്മദർശനം. തം ആഹാ, അവനോട് പറഞ്ഞു, പ്രേമ വൈക്ലഭ്യ രുദ്ധ കണ്ഠ അശ്രുലോചന. പ്രേമം കൊണ്ട് വൈക്ലഭ്യം, പരവശം ഉണ്ടായി. പ്രേമവൈക്ലഭ്യം കൊണ്ട് രുദ്ധകണ്ഠം, തൊണ്ടയിടറിക്കൊണ്ട്, അശ്രുലോചന, കണ്ണീരോടെ. തൊണ്ടയിടറിക്കൊണ്ട്, കണ്ണീര് വന്നാൽ പിന്നെ തൊണ്ടയിടറിയെ സംസാരിക്കാൻ പറ്റുള്ളൂ. ആ കൃഷ്ണനോടുള്ള അത്യധികമായ പ്രേമവ്യാകുലത കൊണ്ട് തൊണ്ടയിടറി കണ്ണീരോടെ സ്മരന്തി താൻ ബഹൂൻ ക്ലേശാൻ, കഴിഞ്ഞുപോയ കുറേ ക്ലേശങ്ങളെ സ്മരിച്ചുകൊണ്ട്. കുന്തിക്ക് പറയാൻ കുന്തിയുടെ ആൾക്കാരാരുമില്ലായിരുന്നു. ഭീമനെ വിഷം കൊടുത്ത് പുഴയിൽ വലിച്ചെറിയുമ്പോഴും വാരണാവതത്തിലേക്ക് വിടുമ്പോഴും അവിടെ വെച്ച് അഗ്നിബാധയിൽ ഇരയാക്കിയപ്പോഴും ആരോരുമില്ലാതെ കാട്ടിൽ കൂടി ഉടുത്ത ഏകവസ്ത്രത്തോളം ദിവസങ്ങളോളം നടന്നുകയും കാട്ടിൽ വിശന്ന് ദാഹിച്ച് മരച്ചുവട്ടിൽ കിടന്നുറങ്ങുകയും, ഇങ്ങനെ എന്തൊക്കെ കഷ്ടതകളാണ് ഈ കുന്തി അനുഭവിച്ചത്. ഇതെല്ലാം ഓർമ്മിച്ചു. ഇതെല്ലാം ഈ കൃഷ്ണനോട് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. കൃഷ്ണനെല്ലാം അറിയാം. പക്ഷെ തൻ്റെ ബന്ധുക്കളെ കാണുമ്പോൾ, അവരോട് ഇതൊക്കെ പറയുമ്പോൾ അറിയാതെ കണ്ണീര് നിറഞ്ഞിട്ട് തൊണ്ടയിടറി പറയാൻ മേലാണ്ടായി കുന്തിക്ക്. സ്മരന്തി താൻ ബഹൂൻ ക്ലേശാൻ, താൻ ബഹൂൻ ക്ലേശാൻ, ആ കഴിഞ്ഞുപോയ അനേകം ക്ലേശങ്ങളെ സ്മരിച്ചുകൊണ്ട് ക്ലേശ അപായ ആത്മദർശനം, ക്ലേശ അപായത്തിനായിക്കൊണ്ടുള്ള ആ ആത്മദർശനം കൊണ്ട് ആത്മാവിനെ ദർശിപ്പിക്കുന്ന ഭഗവാനോട് ആഹ പറഞ്ഞു. തം ആഹ, അവനോട് പറഞ്ഞു. അവൻ ആരാണ്? ക്ലേശ അപായ ആത്മദർശനം. ഭഗവാന്റെ ഒരു ദർശനം കിട്ടിയാൽ മതി, ക്ലേശങ്ങളൊക്കെ അകന്നു പോകുന്ന കുന്തിക്കറിയാം. ഇപ്പോഴാണ് ഞങ്ങളെ ഒന്ന് കാണാൻ തോന്നിയത്, സാധിച്ചത്. ഇതുവരെയുള്ള ഞങ്ങളുടെ എല്ലാ ക്ലേശങ്ങളും ഞങ്ങൾ അങ്ങയുടെ ദർശനത്തോടെ മറക്കുകയാണ് എന്ന് കുന്തി ഇതുവരെയുള്ള എല്ലാം ഓർമ്മിച്ച് അതെല്ലാം മറന്നു. ഇതൊരു ധീരയായ കഥാപാത്രമാണ് കുന്തി. വാസ്തവത്തിൽ ആരോടും ഒന്നും പറയാനാവാതെ 5 കുട്ടികളെയും കൊണ്ട് ആ കൊട്ടാരത്തിൽ ഒറ്റയ്ക്ക് എന്തുമാത്രം കഷ്ടത അനുഭവിച്ച്
101 പേരുടെ പരിഹാസങ്ങൾക്ക് പാത്രീഭവിച്ച് ഓരോ ദിവസവും തങ്ങളിത്തല്ലിൻ്റെ പ്രശ്നവും ബഹളവും ഒക്കെ കേട്ട് ഭീമനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളും കേട്ട് മിണ്ടാതെ നാവടക്കി കിട്ടുന്ന ഭക്ഷണം കഴിച്ച് കൊട്ടാരത്തിൽ കഴിഞ്ഞിട്ട് വാരണാവതത്തിൽ പോയി അവിടെ വെച്ച് ഭീമന്റെ കഴിവ് കൊണ്ട് രക്ഷപ്പെട്ട് അങ്ങനെ കാട്ടിൽ കൂടി സഞ്ചരിച്ചാണ് പാഞ്ചാലീശ്വരം വരെ എത്തിയത്. നോക്കൂ, കൊച്ചു കുട്ടികളെയും കൊണ്ട് ഒരു അമ്മ അനുഭവിക്കുന്ന കഷ്ടതയുടെ ഏറ്റവും വലിയ തീവ്രതയാണ് കുന്തി അനുഭവിച്ചത്. തമാഹ പ്രേമ വൈക്ലഭ്യ രുദ്ധകണ്ഠശ്രുലോചന സ്മരന്തി താൻ ബഹൂൻ ക്ലേശാൻ ക്ലേശാപായാത്മദർശനം. തമാഹ പ്രേമ വൈക്ലഭ്യ രുദ്ധകണ്ഠശ്രുലോചന സ്മരന്തി താൻ ബഹൂൻ ക്ലേശാൻ ക്ലേശാപായാത്മദർശനം. തമാഹ പ്രേമ വൈക്ലഭ്യ രുദ്ധകണ്ഠശ്രുലോചന സ്മരന്തി താൻ ബഹൂൻ ക്ലേശാൻ ക്ലേശാപായാത്മദർശനം. തദൈവ കുശലം നോ ഭൂത്സനാഥസ്തേ കൃതാവയം ജ്ഞാതിന്ന സ്മരതാ കൃഷ്ണ ഭ്രാതാമേ പ്രേഷിതസ്ത്വയാം. തദൈവ അപ്പ തന്നെ കുശലം ന അഭൂത് ഞങ്ങൾക്ക് കുശലം ആയിരിക്കുന്നു. അപ്പ തന്നെ ഞങ്ങൾക്ക് കുശലമായി. സനാഥാഹ തേ കൃത വയം ഞങ്ങൾ നിന്നാൽ സനാഥന്മാരായി ചെയ്യപ്പെട്ടു. തേ വയം സനാഥകൃതാഹ നിന്നാൽ ഞങ്ങളൊക്കെ നാഥന്മാരുള്ളവരായി മാറി. എപ്പോൾ? ജ്ഞാതിന്ന സ്മരതാ കൃഷ്ണ ബന്ധുക്കളായ ഞങ്ങളെ സ്മരിച്ചല്ലോ കൃഷ്ണ. ഭ്രാതാമേ പ്രേഷിതസ്ത്വയ എൻ്റെ സഹോദരനെ അങ്ങ് പറഞ്ഞു വെച്ചല്ലോ ഞങ്ങളുടെ വിവരം അറിയാൻ. ആരെയാണ്? അക്രൂരനെ. ദപ്രധ മധുര കംസന്റെ രാജധാനിയിലാണല്ലോ. അപ്പം എൻ്റെ സഹോദരനായ അക്രൂരനെ ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞു വെച്ചല്ലോ നേരത്തെ. ഇനിയിപ്പോ ആ കഥ നമ്മൾ സ്മരിച്ചാണ്. അപ്പോൾ മുതൽ ഞങ്ങൾ സനാഥരായി. പാണ്ഡവർക്ക് എന്തുണ്ട് കുശലം എന്നറിയാൻ വേണ്ടി അക്രൂരനെ അന്ന് പറഞ്ഞു വെച്ചല്ലോ. ഭ്രാതാമേ പ്രേഷിത നിന്നാൽ മേ ഭ്രാത പ്രേഷിത എൻ്റെ സഹോദരൻ അയക്കപ്പെട്ടു. ന സ്മരതാകൃഷ്ണ ഞങ്ങളെ ഓർമ്മിച്ചുകൊണ്ടാണല്ലോ. ഓ, ഇങ്ങനെ ഒരു അച്ഛൻ്റെ പെങ്ങളുണ്ടെന്നും 5 മക്കളുണ്ടെന്നും ഒക്കെ അപ്പോഴെങ്കിലും ഓർമ്മിച്ചുവല്ലോ. അപ്പോൾ മുതൽ ഞങ്ങൾ സനാഥരായി നിന്നാൽ. എപ്പോഴാണോ അക്രൂരനെ പറഞ്ഞയച്ച് ഞങ്ങളുടെ കുശലം അന്വേഷിച്ചത് അപ്പോൾ ഞങ്ങൾ സമാധാനമായി. ഓ, ഞങ്ങൾക്കൊരു നാഥനുണ്ടല്ലോ എന്ന്. അച്ഛനില്ലാത്ത ഈ കുട്ടികൾക്ക് ഒരു നാഥനുണ്ടായല്ലോ എന്ന് അപ്പോൾ മുതൽ എനിക്ക് സമാധാനമായി. തദൈവ കുശലം നോഭൂത് സനാഥാസ്തേ കൃതാവയം ജ്ഞാതിന്ന സ്മരതാ കൃഷ്ണ ഭ്രാതാമേ പ്രേഷിതസ്ത്വയാം. തദൈവ കുശലം നോഭൂത് സനാഥാസ്തേ കൃതാവയം ജ്ഞാതിന്ന സ്മരതാ കൃഷ്ണ ഭ്രാതാമേ പ്രേഷിതസ്ത്വയാം. തദൈവ കുശലം നോഭൂത് സനാഥാസ്തേ കൃതാവയം ജ്ഞാതിന്ന സ്മരതാ കൃഷ്ണ ഭ്രാതാമേ പ്രേഷിതസ്ത്വയാം. നദേസ്തി സ്വപരാഭ്രാന്തൻ വിശ്വസ്യ സുഹൃദാത്മനാം തഥാപി സ്മരതം ശശ്വത് ക്ലേശാൻ ഹംസഹൃദി സ്ഥിത. നതേസ്തി സ്വപരഭ്രാന്തി തേ ന അസ്തി അങ്ങേക്കില്ല സ്വപരഭ്രാന്തി തൻ്റേതെന്നും അന്യൻ്റേതെന്നുമുള്ള ഒരു ഭ്രാന്തി, ഒരു ഭ്രമം അങ്ങേക്കില്ല തന്നെ. സ്വപരഭ്രാന്തി നതേ അസ്തി വിശ്വസ്യ സുഹൃത് ആത്മന വിശ്വത്തിൻ്റെ സുഹൃത്താണ് അങ്ങ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരുടെയും വിശ്വത്തിലുള്ള എല്ലാവരുടെയും സുഹൃത്താണ് അങ്ങ്. വിശ്വസ്യ സുഹൃത് ആത്മനഃ സുഹൃത്തായും ആത്മാവായും ഇരിക്കുന്ന അങ്ങയ്ക്ക്. വിശ്വസ്യ സുഹൃത് ആത്മനഃ തേ സ്വപരഭ്രാന്തി നാസ്തി വിശ്വത്തിലുള്ള എല്ലാവരുടെയും സുഹൃത്തും പരമാത്മസ്വരൂപനുമായിരിക്കുന്ന അങ്ങയ്ക്ക് എൻ്റേതെന്ന് നിന്റേതെന്നുള്ള ഭേദചിന്ത ഇല്ലല്ലോ. തഥാപി എന്നാലും സ്മരതാം ശശ്വത് ക്ലേശാൻ സ്മരിക്കുന്നവരുടെ ശശ്വത് എന്നേക്കുമായി ശാശ്വതമായി ക്ലേശാൻ ക്ലേശങ്ങളെ ഹംസി
ഖനിപ്പിക്കും. ഹൃദി സ്ഥിത, ഹൃദി സ്മരതാം, ഹൃദയത്തിൽ സ്മരിക്കുന്നവരുടെ സമസ്ത ക്ലേശങ്ങളെയും അവിടെ ഇരുന്നു കൊണ്ട് അങ്ങ് നശിപ്പിക്കുമല്ലോ, ഹനിപ്പിക്കുമല്ലോ. അതാണ് ശ്രീകൃഷ്ണ പരമാത്മ ദർശനത്തിന് ഏറ്റവും വലിയ മഹാത്മ്യം. ഈ കൃഷ്ണൻ ഞങ്ങളെ മാത്രമല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. വിശ്വത്തിന്റെ സുഹൃത്താണ്, ലോകത്തുള്ള എല്ലാവരുടെയും പരമാത്മ ചൈതന്യ സ്വരൂപനാണ്. ആരെങ്കിലും ആ സ്വരൂപത്തെ തങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് സ്മരിച്ചാൽ അവരുടെ ക്ലേശങ്ങളൊക്കെ അതുകൂടെ നശിക്കും, സമസ്ത ക്ലേശങ്ങളും ഇല്ലാതാക്കി തീർക്കാൻ കാരണമാണ്. അതേസ്തി സ്വപരഭ്രാന്തർ വിശ്വസ്യ സുഹൃദാത്മന തഥാപി സ്മരതാം ശശ്വത് ക്ലേശാൻ ഹംസഹൃദി സ്ഥിതാം. അതേസ്തി സ്വപരഭ്രാന്തർ വിശ്വസ്യ സുഹൃദാത്മന തഥാപി സ്മരതാം ശശ്വത് ക്ലേശാൻ ഹംസഹൃദി സ്ഥിതാം. അതേസ്തി സ്വപരഭ്രാന്തർ വിശ്വസ്യ സുഹൃദാത്മന തഥാപി സ്മരതാം ശശ്വത് ക്ലേശാൻ ഹംസഹൃദി സ്ഥിതാം. യുധിഷ്ഠിരവാച. ഇത്രയും കുന്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, കിം നാചരിതം ശ്രേയോ ന വേദാഹമധീശ്വരാം യോഗേശ്വരാണാം ദുർദർശോ യത്നോദിഷ്ടകുമേധസാം. കിം ന ആചരിതം, നഹ ഞങ്ങളാൽ, കിം ആചരിതം എന്ത് ആചരിക്കപ്പെട്ടുവോ, ശ്രേയോ എന്ത് ശ്രേയസാണ് ഞങ്ങളാൽ ആചരിക്കപ്പെട്ടത്. കിം ശ്രേയ നഹ ആചരിതം, ന എന്നുള്ള നഹ ഞങ്ങൾക്ക്, ഞങ്ങൾ എന്നർത്ഥം. നവേദ അഹം അധീശ്വര, നവേദ അറിയുന്നില്ല, അവിടെ ന നിഷേധാർത്ഥമാണ്. നവേദ അറിയുന്നില്ല, അഹം ഞാൻ, ഹേ അധീശ്വര എല്ലാത്തിനും ഈശ്വരനായിരിക്കുന്ന ഹേ ഭഗവൻ, ഞങ്ങൾ എന്തൊരു ശ്രേയസാണ് ആചരിക്കപ്പെട്ടതെന്ന് ഞാൻ അറിയുന്നില്ല. കിം ശ്രേയ നഹ ആചരിതം ഇതി ന വേദ, അറിയില്ല. യോഗേശ്വരാണാം ദുർദർശോ, യോഗേശ്വരന്മാരുടെ ദുർദർശം, കാണാൻ വിഷമമുള്ള യോഗേശ്വരന്മാർക്ക് യത് നോ ദൃഷ്ട ഞങ്ങളുടെ മുമ്പിൽ കണ്ടല്ലോ. കുമേധസാം ദുർദർശോ, കുബുദ്ധികൾക്ക് ദുർദർശനാണ് ഭഗവാൻ. അങ്ങനെയുള്ള അങ്ങ് ഞങ്ങളുടെ നേരെ മുമ്പിൽ വന്നു നിൽക്കുന്നുവല്ലോ. ഇതിൽ പരമൊരു ശ്രേയസ് ഞങ്ങൾ എന്തു ചെയ്തു ഈ ജന്മത്തിലോ ഇതിനു മുമ്പുള്ള ജന്മത്തിലോ? ശ്രേയസ് ചെയ്യുന്ന, പുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങയെ കാണാൻ കിട്ടൂ. അല്ലാത്തവർക്ക്, കുമേധസുകൾക്ക് ഭഗവാൻ ദുർദർശനാണ്. അങ്ങനെയുള്ള ഭഗവാൻ, യോഗേശ്വരന്മാർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഭഗവാൻ ഇതാ ഞങ്ങളുടെ മുമ്പിൽ നേരിട്ട് വന്നു നിൽക്കുന്നുവല്ലോ. എന്തൊരാശ്ചര്യമാണിത്, എന്ത് സുഗതമാണ് ഞങ്ങൾ ചെയ്തത്. കിം ആചരിതം ശ്രേയോ ന വേദാഹമധീശ്വരാം യോഗേശ്വരാണാം ദുർദർശോ യത്നോദിഷ്ടകുമേധസാം. കിം ആചരിതം ശ്രേയോ ന വേദാഹമധീശ്വരാം യോഗേശ്വരാണാം ദുർദർശോ യത്നോദിഷ്ടകുമേധസാം. കിം ആചരിതം ശ്രേയോ ന വേദാഹമധീശ്വരാം യോഗേശ്വരാണാം ദുർദർശോ യത്നോദിഷ്ടകുമേധസാം. ഇത് വൈ വാർഷികന്മാസാൻഡാജ്ഞ സോഭ്യർത്ഥിത സുഖം ജനയൻ നയനാനന്ദം ഇന്ദ്രപ്രസ്ഥൗകസം വിഭൂ. ഇത് വൈ ഇങ്ങനെ തീർച്ചയായിട്ടും വാർഷികാൻ മാസാൻ, ഇങ്ങനെ വാർഷികങ്ങളായ മാസങ്ങളിൽ, ഒരു വർഷം തികയുന്ന മാസങ്ങളിൽ, ഇത് ഒരു വർഷം ഉള്ളൂ, ഒരു വർഷം തികയുന്ന മാസങ്ങളിൽ വാർഷികാൻ മാസാൻ രാജ്ഞ സോ അഭ്യർത്ഥിത, രാജാവായ യുധിഷ്ഠിരനാൽ അഭ്യർത്ഥിക്കപ്പെട്ടതുകൊണ്ട്, സുഖം ജനയൻ സുഖത്തെ ഉണ്ടാക്കിക്കൊണ്ട്, നയനാനന്ദം കണ്ണിന് ആനന്ദകരമായ ആ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥൗകസാം വിഭു, ഇന്ദ്രപ്രസ്ഥത്തിൽ വസിക്കുന്നവർക്കൊക്കെയും
കണ്ണിന് പരമാനന്ദം നൽകിക്കൊണ്ട് ആ ഒരു വർഷക്കാലം, ഇവിടെ വർഷത്തിന് ഈ മഴക്കാലം എന്നർത്ഥം പറയാം. അങ്ങനെയാണെങ്കിൽ 4 മാസം താമസിച്ചു എന്നർത്ഥം കിട്ടും എന്ന വ്യാഖ്യാനമുണ്ട്. അതായിരിക്കും ഒന്നുകൂടി ശരി. ഒരു വർഷം താമസിച്ചു എന്നുള്ളതിനേക്കാൾ ഭേദം വാർഷികാൻ മാസാൻ, വാർഷികത്തിന് വർഷകാലം എന്നർത്ഥം പറയാം. മഴക്കാലം, മഴക്കാലമുള്ള മാസം 4 മാസം. ആ 4 മാസത്തോളം യുധിഷ്ഠിരന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ വസിക്കുന്ന എല്ലാ ജനങ്ങൾക്കും നയനാനന്ദം ഉണ്ടാക്കിക്കൊണ്ട് വിഭുവായ ഭഗവാൻ അവിടെ തന്നെ താമസിച്ചു. ഇതുവൈ വാർഷികാൻ മാസാൻ രാജ്ഞാഫോഭ്യർത്ഥിത സുഖം ജനയൻ നയനാനന്ദം ഇന്ദ്രപ്രസ്ഥൗകസം വിഭു. ഇതുവൈ വാർഷികാൻ മാസാൻ രാജ്ഞാഫോഭ്യർത്ഥിത സുഖം ജനയൻ നയനാനന്ദം ഇന്ദ്രപ്രസ്ഥൗകസം വിഭു. ഇതിവൈ വാർഷികാൻ മാസാൻ രാജ്ഞാഫോഭ്യർത്ഥിത സുഖം ജനയൻ നയനാനന്ദം ഇന്ദ്രപ്രസ്ഥൗകസം വിഭു. ഏകദാ രഥമാരുഹ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം ധനുരാദായ തൂണൗ ചക്ഷയസായകൗ സാകം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശത് പരവീരഃ. ഏകദാ ഒരിക്കൽ രഥമാരുഹ്യ, രഥത്തിൽ കയറിയിട്ട് വിജയൻ അർജുനൻ വാനരധ്വജം കപിധ്വജം, അർജുനന്റെ രഥത്തിന്റെ കൊടിയുടെ അടയാളം കുരങ്ങാണ്, കപിയാണ്. അതുകൊണ്ട് വാനരധ്വജമായ രഥത്തിൽ കയറിയിട്ട് ഗാണ്ഡീവം ധനുഹു ആദായ, ഗാണ്ഡീവം എന്ന വില്ലും എടുത്തിട്ട് തൂണൗച അക്ഷയസായകൗ, തൂണിയിൽ ആവനാഴിയിൽ അക്ഷയങ്ങളായ ഒരിക്കലും ക്ഷയിക്കാത്ത സായകങ്ങളോടെ, അമ്പുകളോടെ വില്ല് കയ്യിലെടുത്തു. ആ വില്ലിൽ ക്ഷയിക്കാത്ത ബാണങ്ങളോട് കൂടിയ 2 തൂണീരങ്ങളും, അതാണ് തൂണൗച, 2 തൂണീരങ്ങൾ. അക്ഷയസായകൗ തൂണൗ, ഒരിക്കലും അമ്പ് പുറകോട്ട് കൈയിട്ടാൽ അതിൻ്റെ അകത്ത് അമ്പുണ്ടാവും. അങ്ങനെ 2 തോളിലും പുറകുവശത്തായിട്ട് 2 തൂണീരങ്ങൾ, ഒരിക്കലും നശിക്കാത്ത അമ്പുള്ള അമ്പുറകൾ ധരിച്ചുകൊണ്ട് സാകം കൃഷ്ണേന, കൃഷ്ണനോടൊപ്പം സന്നദ്ധോ, സന്നദ്ധനായിട്ട്, ഒരുങ്ങിയവനായിട്ട് വിഹർത്തും വിപിനം വനം, വിപിനമായ വനത്തിൽ വിഹരിക്കുന്നതിനായി. ഘോരമായ വനം, ഇവിടെ വിപിനത്തിന് ഘോരം എന്നർത്ഥം കൊടുത്താൽ വിപിനം വനം, ഘോരമായ വനം എന്നർത്ഥം കിട്ടും. വിപിനം വനം വിഹർത്തും, ഘോരമായ കാട്ടിൽ വിഹരിക്കുന്നതിന് ബഹുവ്യാളമൃഗാകീർണം, ധാരാളം വ്യാളങ്ങളും മൃഗങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന. വ്യാളം എന്നുള്ളത് ഈ പുലിയെ പോലെ ഇരിക്കുന്നത് മൃഗമാണ്. പുലിയല്ല, പുലിയെ പോലെ ഇരിക്കുന്ന, വ്യാളിയല്ല, വ്യാളം എന്നുള്ളത് പുലിയെ പോലെ ഇരിക്കുന്നത് മൃഗത്തിന്റെ പേരാവാം. അങ്ങനെയുള്ള ധാരാളം മൃഗങ്ങൾ വിഹരിക്കുന്ന, വ്യാളം മുതലായ മൃഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാട്ടിലേക്ക് പ്രവേശിച്ചു. പരവീരഃ, ശത്രുക്കളുടെ വീരത്തെ ഹനിക്കുന്നവനായ അർജുനൻ. പരവീരഹൻ, പരന്മാരുടെ വീരത്തെ ഹനിക്കുന്നവൻ. പരവീരഹനായ അർജുനൻ ശ്രീകൃഷ്ണനോടൊപ്പം ഒരു ദിവസം വെറുതെ ഒന്ന് ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി കാട്ടിലൊക്കെ കറങ്ങി നടന്നു. ഏകദാ രഥമാരുഹ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം ധനുരാദായ തൂണൗചാക്ഷയസായകൗ സാകം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശത് പരവീരഃ. ഏകദാ രഥമാരുഹ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം ധനുരാദായ തൂണൗചാക്ഷയസായകൗ സാകം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും
വിഹർത്തും വിപിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശത് പരവീരഹാം ഏകദാ രഥമാരുഹ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം ധനുരാദായ തൂണൗജാക്ഷയസായകൗ സാകം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശത് പരവീരഹാം തത്രാവിദ്ധ്യച്ഛരേർ വ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശലഭാൻ ഗവയൻ ഖഡ്ഗാൻ ഹരിണാൻ ശശശല്ലകാൻ. തത്ര അവിടെ അവിദ്ധ്യത് ഹനിച്ചു കൊന്നു. തത്രാവിദ്ധ്യത് ശരൈഹി അമ്പുകളാൽ. തത്രാവിദ്ധ്യത് ശരൈഹി തത്ര അവിദ്ധ്യത് ശരൈഹി ആരെയൊക്കെ? വ്യാഘ്രാൻ പുലികളെ, സൂകരാൻ പന്നികളെ, മഹിഷാൻ കാട്ടുപോത്തുകളെ, രുരൂൻ ഒരു പ്രത്യേകതരം മാനുകളാണ്, ശരഭാൻ എട്ടടിമാനുകളെ, ഗവയാൻ പശുവിനെ പോലിരിക്കുന്നത് മൃഗമാണ് ഗവയം, ഖഡ്ഗാൻ വ്യാളം പോലെ ശോഭിക്കുന്ന മറ്റൊരു മൃഗം, വാളുപോലെ മൂർച്ചയേറിയ കൊമ്പുകളുള്ളത് എന്നൊക്കെയാണ് അർത്ഥം പറയാം. ഹരിണാൻ മാനുകളെയും സാധാരണ മാനുകളെയും, ഹരിണാൻ ശശശല്ലകാൻ ശശശല്ലകാൻ ശശം മുയല്, ശല്ലകം മുള്ളൻ പന്നി, ശശശല്ലകാൻ മുയലുകളെയും മുള്ളൻ പന്നികളെയും അവിദ്ധ്യത് വധിച്ചു കൊന്നു. തത്ര അവിദ്ധ്യത് ശരൈഹി അവിടെ ആ വനത്തിൽ അമ്പുകളെ കൊണ്ട് വധിച്ചു. വ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശരഭാൻ ഗവയാൻ ഖഡ്ഗാൻ ഹരിണാൻ ശശശല്ലകാൻ. വ്യാഘ്രങ്ങൾ പുലികള്, സൂകരങ്ങൾ പന്നികൾ, മഹിഷങ്ങൾ കാട്ടുപോത്തുകൾ, രുരു ഒരുതരം മാന്, ശരഭം എട്ടടിമാന്, ഗവയം പശുവിനെ പോലിരിക്കുന്ന മറ്റൊരു മൃഗം, ഖഡ്ഗങ്ങൾ വ്യാളങ്ങളെ പോലെ ശോഭിക്കുന്ന മറ്റൊരു പുലിക്ക് സമാനമായ മറ്റൊരു മൃഗം, ഹരിണങ്ങൾ സാധാരണ മാനുകൾ, ശശം മുയല്, ശല്ലകം മുള്ളൻ. ഇത്രയും എണ്ണങ്ങളെ വധിച്ചു. തത്രാവിദ്ധ്യച്ഛരേർവ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശരഭാൻ ഗവയൻ ഖഡ്ഗാൻ ഹരിണാൻ ശശശല്ലകാൻ. തത്ര ആവിദ്ധ്യച്ഛരേർവ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശരഭാൻ ഗവയൻ ഖഡ്ഗാൻ ഹരിണാൻ ശശശല്ലകാൻ. തത്രാവിദ്ധ്യച്ഛരേർവ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശരഭാൻ ഗവയൻ ഖഡ്ഗാൻ ഹരിണാൻ ശശശല്ലകാൻ. തത്രാവിദ്ധ്യച്ഛരേർവ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശരഭാൻ ഗവയൻ ഖഡ്ഗാൻ ഹരിണാൻ ശശശല്ലകാൻ. താൻ നിന്നു കിങ്കരാരാജ്ഞേ മേധ്യാൻ പർവണ്യുപാഗതേ തൃപ്പരീത പരിശ്രാന്തോ ബീഭൽഫുർ യമുനാമഗാത്. താൻ അവരെ നിന്നു നയിച്ചു, രാജ്ഞയെ രാജാവിനായിക്കൊണ്ട് മേധ്യാൻ പർവണി ഉപാഗതേ മേധ്യങ്ങളായ അവകളെ പർവണി ഉപാഗതേ പർവം ഉപാഗതമായപ്പോൾ, പർവം എന്ന് പറയുന്നത് ഈ വാവിൻ്റെ പേരാണ്. വാവെന്നാൽ വാവ് ഉപാഗതമായപ്പോൾ താൻ നിഞ്ഞുഹു കിങ്കരാഹ രാജ്ഞെ കിങ്കരന്മാർ അവരെ നിഞ്ഞെ നയിച്ചു. മേധ്യാൻ പർവണി ഉപാഗതേ മേധ്യങ്ങളായ അവകളെ. മേധ്യത്തിന് യാഗത്തിന് വേണ്ടിയുള്ളത് എന്നർത്ഥം പറയുന്നുണ്ട്. പരിശുദ്ധരായ എന്നുള്ള അർത്ഥത്തിലേക്ക് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പരിശുദ്ധരായി തീർന്ന അതിൽ ചില മൃഗങ്ങളെ യജ്ഞാവശ്യത്തിന് വേണ്ടിയിട്ട് പർവമുപാഗതമായപ്പോൾ കിങ്കരന്മാർ രാജാവിൻ്റെ അടുത്തേക്ക് എത്തിച്ചു എന്ന് വ്യാഖ്യാനിച്ചാൽ
ഈ ചത്ത മൃഗങ്ങളെ കൊണ്ടുപോയി എന്നാണ് ചില വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിക്കുന്നത്. യജ്ഞത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് എന്നൊക്കെ. ഇവിടെ മേധ്യം എന്നുള്ളത് പരിശുദ്ധം എന്നുള്ള അർത്ഥത്തിലേക്ക് എടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അത്വപരീത പരിശ്രന്തോ, എന്നിട്ട് ദാഹം കൊണ്ട് ക്ഷീണിതനായി, തൃഷ്ടദാഹം, ദാഹം കൊണ്ട് പരീതനായി പരിശ്രമനായിട്ട് ബീഭത്സുഹു, അർജുനന്റെ പേരാണ് ബീഭത്സു, യമുനാം അഗാത്. ഇത്രയും കാട്ടുമൃഗങ്ങളെയൊക്കെ പിടിച്ചെയ്തു കൊന്നുകഴിഞ്ഞ് അവശേഷിച്ച പരിശുദ്ധരായ ചില മൃഗങ്ങളെ യജ്ഞത്തിനു വേണ്ടി രാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട്, കിങ്കരന്മാരുടെ കയ്യിൽ കൊടുത്തു പറഞ്ഞയച്ചിട്ട്, ദാഹവും ക്ഷീണവും കൊണ്ട് ദുഃഖിതനായിട്ട് ബീഭത്സായ അർജുനൻ യമുനയുടെ തീരത്തിലേക്ക്, യമുനാ നദിയിലേക്ക് പോയി. താന്യു കിങ്കരാരജ്ഞേ മേധ്യാൻ പർവണ്യുപാഗതേ തൃപ്പരീത പരിശ്രാന്തോ ബീഭത്സുർ യമുനാമഗാത്. താന്യു കിങ്കരാരജ്ഞേ മേധ്യാൻ പർവണ്യുപാഗതേ തൃപ്പരീത പരിശ്രാന്തോ ബീഭത്സുർ യമുനാമഗാത്. താന്യു കിങ്കരാരജ്ഞേ മേധ്യാൻ പർവണ്യുപാഗതേ തൃപ്പരീത പരിശ്രാന്തോ ബീഭത്സുർ യമുനാമഗാത്. തത്രോപസ്പൃശ്യ വിശദം പീത്വാ വാരിമഹാരഥൗ കൃഷ്ണോ ദദർശതു കന്യാം ചരന്തിം ചാരുദർശനാം. തത്ര ഉപസ്പൃശ്യ, ഉപസ്പൃശ്യ എന്ന് വെച്ചാൽ കൈകാലുകൾ കഴുകി വെള്ളം കുടിച്ചിട്ട്, ആചമിച്ചിട്ട് എന്നൊരു വാക്കിൽ വേണേൽ പറയാം. വിശദം, പീത്വാ വാരി, വിശദമായ നിർമ്മലമായ വെള്ളം കുടിച്ചിട്ട്, വാരി വെള്ളം പീത്വാ കുടിച്ചിട്ട്, മഹാരഥവും, മഹാരഥന്മാരായ രണ്ടുപേർ കൃഷ്ണാർജുനന്മാർ യമുനയിലെത്തി കൈകാലുകൾ കഴുകി ദേഹശുദ്ധി ചെയ്ത് പരിശുദ്ധമായ ജലം ആവോളം കുടിച്ച് മഹാരഥന്മാരായ കൃഷ്ണാർജുനന്മാർ, മഹാരഥവും കൃഷ്ണവും എന്ന് ഇവർ രണ്ടുപേരും കൃഷ്ണാർജുനന്മാർ, ദദർശതുഹു കണ്ടു, രണ്ടുപേര് കണ്ടുകൊണ്ടാണ് ദ്വിവചനം ഉപയോഗിച്ചത്. ദദർശ, ദദർശതുഹു, ദദൃശുഹു. കൃഷ്ണവും, കൃഷ്ണാർജുനൻ കണ്ടു, കന്യാം ചരന്തിയും ചാരുദർശന, ചാരുദർശ കണ്ടാൽ കൊള്ളാവുന്നവൾ, സുന്ദരിയായി സഞ്ചരിക്കുന്ന ഒരു കന്യകയെ ആ യമുനയുടെ കാളിന്തിയുടെ തീരത്ത് കണ്ടു. തത്രോപസ്പൃശ്യ വിശദം പീത്വാ വാരി മഹാരഥൗ കൃഷ്ണൗ ദദൃശതു കന്യാം ചരന്തിം ചാരുദർശനാം. തത്രോപസ്പൃശ്യ വിശദം പീത്വാ വാരി മഹാരഥൗ കൃഷ്ണൗ ദദൃശതു കന്യാം ചരന്തിം ചാരുദർശനാം. തത്രോപസ്പൃശ്യ വിശദം പീത്വാ വാരി മഹാരഥൗ കൃഷ്ണൗ ദദൃശതു കന്യാം ചരന്തിം ചാരുദർശനാം. താമാസദ്യ വരാരോഹം സുദ്വിജമരുചിരാനനാം പപ്രച്ഛ പ്രേഷിത സഖ്യാ ഫാൽഗുന പ്രമദോത്തമാം. താം ആസാദ്യ, അവളുടെ അടുക്കലെത്തിയിട്ട് പ്രാപിച്ചിട്ട്, വരാരോഹാം സുന്ദരിയായ, വരാരോഹ സുന്ദരി, വരാരോഹാം താം ആസാദ്യ സുന്ദരിയായ അവളെ പ്രാപിച്ചിട്ട്, സുദ്വിജാം നല്ല പല്ലുള്ളവൾ എന്ന് വെച്ചാൽ സുന്ദരി എന്നർത്ഥം. ദരം എന്ന വാക്കിന്റെ അർത്ഥം പല്ലെന്ന്. സുന്ദര എന്ന് വെച്ചാൽ നല്ല പല്ലുള്ളവൻ. സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ അടയാളം മുഖത്തെ പല്ലാണ്. പല്ലില്ലെങ്കിൽ സുന്ദരനുമല്ല, സുന്ദരിയല്ല. പല്ലിനെ സൂചിപ്പിക്കുന്ന വാക്കുകൊണ്ടാണ് സുന്ദര, സുന്ദരി എന്ന രണ്ട് പദങ്ങൾ ഉണ്ടായത്. അതിന് പകരം ഉപയോഗിച്ച വാക്കാണ് ദ്വിജം. ദ്വിജം എന്ന വാക്കിന് പല്ലെന്നർത്ഥമുണ്ട്. 2 പ്രാവശ്യം ഉണ്ടാകുന്നുണ്ട്. ആദ്യം ഉണ്ടാകുന്ന പല്ലെല്ലാം പൊഴിഞ്ഞു പോകും, പിന്നെ വീണ്ടും ഒന്നുണ്ട്. 2 ജന്മമുണ്ട് പല്ലിന്. അതുകൊണ്ട് പല്ലിനെ ദ്വിജം എന്ന് വിളിക്കാം. ഇവിടെ സുദ്വിജാം നല്ല പല്ലുള്ളവൾ എന്ന അർത്ഥം. അവിടെ ദ്വിജന് ബ്രാഹ്മണൻ, പക്ഷി എന്നൊന്നുമല്ല, അങ്ങനെയുള്ള വേറെ അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ സുദ്വിജാം സുന്ദരി എന്നുള്ള അർത്ഥം. രുചിരാനനാം മനോഹരമായ മുഖമുള്ള, സുന്ദരമായ പല്ലുള്ള, സുന്ദരിയായ ഒരു സുന്ദരിയുടെ അടുക്കലെത്തിയിട്ട് പപ്രച്ഛ ചോദിച്ചു. പ്രേഷിത സഖ്യ, കൃഷ്ണൻ പറഞ്ഞു വെച്ചിട്ടാണ്.
സഖ്യാപ്രേഷിത, സഖാവായ കൃഷ്ണൻ പറഞ്ഞയച്ചിട്ടാണ് ഫാൽഗുന അർജുനൻ പ്രമദോത്തമാം, സുന്ദരിമാരിൽ വെച്ച് ഉത്തമയായ അവളുടെ അടുക്കൽ ചെന്ന് കൃഷ്ണൻ പറഞ്ഞനുസരിച്ച് അവളോട് ചോദിച്ചു. താമാസദ്യവരാരോഹം സുദ്വിജാമരുചിരാനനാം പപ്രച്ഛപ്രേഷിതസഖ്യ ഫാൽഗുന പ്രമദോത്തമാം. താമാസദ്യവരാരോഹം സുദ്വിജാമരുചിരാനനാം പപ്രച്ഛപ്രേഷിതസഖ്യ ഫാൽഗുന പ്രമദോത്തമാം. താമാസദ്യവരാരോഹം സുദ്വിജാമരുചിരാനനാം പപ്രച്ഛപ്രേഷിതസഖ്യ ഫാൽഗുന പ്രമദോത്തമാം. കാത്തും കസ്യാസി ശുശ്രൂണി കുതോസി കിം ചികീർഷസി മന്യേ ത്വം പതിമിച്ഛന്തി സർവം കഥയ ശോഭനേ. എന്താണ് ചോദിച്ചത്? കാത്വം, നീ ആരാണ്? കസ്യ അസി, ആരുടേതാണ്, ആരുടെ മകളാണ് എന്നത്. കാത്വം കസ്യ അസി, ത്വം കാ, നീ ആരാണ്. കസ്യ അസി, നീ ആരുടേതാണ്. ശുശ്രോണി, സുന്ദരി എന്നർത്ഥം. കുതഹ അസി, എവിടുന്ന് വരികയാണ്. കിം ചികീർഷതി, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്തിനാണ് ഇപ്പൊ ഇതിലെ ഇങ്ങനെ പോകുന്നത്. കിം ചികീർഷതി, ചികീർഷ കർത്തുമിച്ഛ, ചികീർഷതി ചെയ്യാൻ ആഗ്രഹിക്കുക, എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. മന്യേ, ഞാൻ വിചാരിക്കുന്നു, ത്വാം, നിന്നെ, പതിമിച്ഛന്തേ, ഒരു ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയാണോന്നറിയില്ല. ഒന്നാമത് സുന്ദരിയാണ്, യുവതിയാണ്. ഈ സമയത്ത് അന്വേഷിച്ച് നടക്കുന്നത് ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കണം എന്ന് ഞാൻ ഊഹിക്കും. സർവം കഥയ ശോഭന. ഹേ സുന്ദരി, എല്ലാം പറയൂ. എന്താ എല്ലാം പറയേണ്ടത്? ആരാണ്, ആരുടെ മകളാണ്, എവിടുന്ന് വരികയാണ്, എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഇതിലേക്ക് ഇറങ്ങി നടക്കുന്നത്, ഒരു ഭർത്താവിനെ കിട്ടാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം, വിവാഹം കഴിച്ചവളല്ലെന്ന് തോന്നുന്നു എന്നർത്ഥം. ഇത്രയും ഞാൻ നിന്നെ കണ്ടു വിചാരിക്കുന്നു, എല്ലാം പറയൂ, ആരാണ്. കാത്വം കസ്യാസി ശുശ്രൂണി കുതോസി കിം ചികീർഷസി മന്യേ ത്വം പതിമിച്ഛന്തിം സർവം കഥേ ശോഭനേ. കാത്വം കസ്യാസി ശുശ്രേണി കുതോസി കിം ചികീർഷസി മന്യേ ത്വം പതിമിച്ഛന്തിം സർവം കഥേ ശോഭനേ. കാത്വം കസ്യാസി ശുശ്രൂണി കുതോസി കിം ചികീർഷസി മന്യേ ത്വം പതിമിച്ഛന്തിം സർവം കഥേ ശോഭനേ. അവൾ ആരാണെന്നും അവളുടെ ചരിത്രം എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അറിയാം. ഇന്ന് നമുക്കവിടെ ഉപസംഹരിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സർ. നമസ്കാരം സാർ. നമസ്കാരം.